കർണാടകയിൽ ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി കോൺഗ്രസ് സർക്കാർ. 1 കോടി രൂപ വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 10% നികുതിയാണ് ഏർപ്പെടുത്തിയത്. അതിൽ താഴെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 5% നികുതിയും ഏർപ്പെടുത്തി. സിദ്ധരാമയ്യ സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടിനെതിരെ BJP പ്രതിഷേധം ശക്തമാക്കിയവരുമായി ഡൽഹി നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. ഹൈന്ദവ വിരുദ്ധ നിലപാട് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തുടരുന്ന. ഏറ്റവും ഒടുവിലായി ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന നികുതി BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒഴിവാക്കിയിരുന്നു. ആ നികുതിയാണ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് BJPയും. സുരേഷ്, ഇന്ന് നിയമസഭയിൽ പാസാക്കിയ ഒരു ബില്ല്, ആ ബില്ലിലാണ് ഈ ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ വ്യക്തമാക്കുന്നത് 1 കോടി രൂപയിൽ മുകളിലേക്ക് വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ അവർ 10% നികുതി നൽകണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ 1 കോടി രൂപയ്ക്ക് താഴെ 10 ലക്ഷത്തിനും 1 കോടി രൂപയ്ക്കും ഇടയിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ആ വരുമാനത്തിൻ്റെ 5% നികുതി നൽകണമെന്നുള്ള വ്യവസ്ഥയാണ് ഈ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ന് കർണാടക നിയമസഭയിൽ അത് പാസ്സായി. സ്വാഭാവികമായി BJP അംഗങ്ങൾ ഇതിനെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. അവർ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ പ്രതിഷേധ സൂചകമായി സഭ വിട്ട് ഇറങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. ഇങ്ങനെ ഈ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ കോൺഗ്രസ് സർക്കാർ, സിദ്ധരാമയ്യ സർക്കാർ സ്വീകരിക്കുന്നത് ഇതാദ്യമല്ല. നേരത്തെയും പലതവണ ഹൈന്ദവ വിഭാഗത്തെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കഴിഞ്ഞ ബജറ്റിൽ പോയാലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ബജറ്റിൽ സിദ്ധരാമയ്യ സർക്കാർ മുസ്ലിം വിഭാഗത്തിൻ്റെ വഖഫ് ബോർഡിന് വേണ്ടി, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 100 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതേപോലെ തന്നെ ക്രിസ്തീയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി 200 കോടി രൂപയും നീക്കിവെച്ചു. ഹജ്ജ് ഭവൻ നിർമ്മിക്കുവാൻ വേണ്ടി പ്രത്യേകമായി 10 കോടി രൂപ നീക്കിവെച്ചു. ഇങ്ങനെ വലിയ തുക ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനായി നീക്കിവെച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് അവരെ വോട്ട് ബാങ്ക് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ഹിജാബ് നിരോധന നിയമമടക്കം, അല്ലെങ്കിൽ അതിനെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കർണാടകത്തെ തുടരുക. ഇപ്പോൾ KP ശശികല ടീച്ചർ ഹിന്ദുയ്ക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ഹൈന്ദവ വിരുദ്ധ നിലപാടാണ് കർണാടക സർക്കാർ ആവർത്തിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന നികുതി സമ്പ്രദായം, നികുതി ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യം BJP സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് പിൻവലിച്ചത്. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ നികുതി, അതിനേക്കാൾ കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സിദ്ധരാമയ്യ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഇവിടെ അവർ അധികാരത്തിലേറിയത് ഭരണത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ടോ വികസനം പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. കേവലം ഹിന്ദു വിരുദ്ധത മാത്രം മുതലാക്കിക്കൊണ്ടാണ് അവിടെ ഒരു വർഷം ജ്ഞാനമക്കളിൽ അവർ വിജയിച്ചത്. അപ്പൊ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വിരുദ്ധരാണ് എന്നവർക്ക് പ്രകടിപ്പിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ആ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളിൽ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്. കാരണം ഇത് ക്ഷേത്രങ്ങളിലെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇൻകമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയില്ല. അത് ആ ക്ഷേത്രത്തിലേക്കുള്ള സമർപ്പണമാണ്. അത് ക്ഷേത്ര കാര്യങ്ങളുടെ ചെലവിനും മറ്റിനും വേണ്ടി സാധാരണക്കാരായ ഭക്തർ കൊടുക്കുന്നതാണ്. അതിലൊരു ഇൻകം ടാക്സിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന്റെ നികുതി എന്ന കണക്കിലോ കണക്കാക്കാൻ കഴിയുന്നത് അതല്ല ക്ഷേത്രങ്ങളുടെ. അപ്പൊ തീർച്ചയായും അവിടുത്തെ ജിഹാദികളെ ജിഹാദികളാണ് അധികാരത്തിൽ കയറ്റിയത്. അതുകൊണ്ട് ജിഹാദികളെ സുഖിപ്പിക്കാനുള്ള ഒരു പരിപാടി എന്നതിൽ കഴിഞ്ഞ് മറ്റൊന്നും അല്ലാതെ. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഹിജാബ് സമ്പ്രദായം അടക്കം എടുത്തു കളഞ്ഞ, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്ന BJP സർക്കാർ വീണ്ടും സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലിടുമ്പോൾ ആദ്യം അത്തരത്തിലുള്ള ഒരു നിലപാട് തിരുത്തുകയാണ് ചെയ്തത്. അതായത് ഈ മുസ്ലിം വിഭാഗങ്ങൾ പോലും വേണ്ട എന്ന് വെക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ, അത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലല്ല, ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, ഒരു സമൂഹത്തിൽ എല്ലാവരും തുല്യരാകണം എന്നുള്ള ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP സർക്കാർ കൊണ്ടുവന്നത്. അത് വീണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരികെ കൊണ്ടുവരുന്ന സമ്പ്രദായം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹജ്ജ് ഭവനടക്കം ലക്ഷങ്ങളും കോടികളും വാരിക്കോരി കൊടുക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് അത്രത്തോളം പരിരക്ഷ നൽകുന്നു. ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളോട് മാത്രം, ഹൈന്ദവ വിശ്വാസങ്ങളോട് മാത്രം ഒരു ധ്വംസന സമീപനം. ഇത് കൃത്യമായും ഒരു രാഷ്ട്രീയ വിരോധം എന്നതിലുപരി അതോടൊപ്പം തന്നെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണല്ലേ? രാഷ്ട്രീയ വിരോധം എന്നല്ല, മതവിരോധം എന്നാണ് പറയേണ്ടത്. കാരണം ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിനെ. ദീർഘകാലം ഇന്ത്യയുടെ ഭരണത്തിലിരുന്നുകൊണ്ട്
ഇന്ത്യയെ വികസിപ്പിക്കാമാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരുന്നും ഒക്കെ തന്നെ ഇന്ത്യയെ അതിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ നയം അനുവർത്തിച്ച് തിരിച്ചു തുടർന്നു പോകുന്നവര് ജനങ്ങൾ പുറന്തള്ളി എന്നുള്ളത് സത്യം. അപ്പൊ ഇനി അവർക്ക് ഈ ശരിക്കും മുങ്ങിച്ചാകാൻ പോകുന്ന വൈക്കോത്തുരുമ്പും ആയുധം എന്ന് പറഞ്ഞ മാതിരി അവർക്കിനി നിലനിൽക്കാൻ കഴിയുക ആകെ ഈ ഒരു ജിഹാദികളുടെ തണലിൽ മാത്രമാണ്. അപ്പൊ ആ ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി അവർ ഏതറ്റവും വരെ പോകും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമുക്ക് കേരളത്തിലായാലും അറിയാലോ, ഇടതാണെങ്കിലും വലതാണെങ്കിലും അവർ ഈ മുസ്ലിം വോട്ടിന് വേണ്ടി ജിഹാദികളെ സുഖിപ്പിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അത് കർണാടകയിൽ ഒന്നുകൂടി വ്യക്തമായി കാണിക്കുന്നു. ഇതിലാണ് അവരുടെ ഇനിയുള്ള നിലനിൽപ്പ് എന്നുള്ളത്. അപ്പൊ അത് ശരിയായ ഹൈന്ദവ വിരോധവും അധികാരത്തിൽ നിൽക്കാനുള്ള ഒരുതരം സർക്കസ് കളി, അത്രേ നമുക്ക് ഇതെന്ന് പറയാനുള്ളൂ. അതെ, വളരെ നന്ദി ടീച്ചർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും നന്ദൻ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇത് അധികാരം നിലനിർത്താനുള്ള ഒരു കുറുക്കുവഴിയാണ്, മതവിരോധമാണ്. നേരത്തെ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക്, മറ്റ് മതവിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അവരോടൊരു പ്രീണന സമീപനവും സ്വീകരിക്കുന്ന ഈ സിദ്ധരാമയ്യ സർക്കാരാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ തന്നെ വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി കഴിഞ്ഞു ഇപ്പോഴല്ലേ? സുരേഷ്, കർണാടക സർക്കാരിന് കീഴിൽ ഏതാണ്ട് 450 ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. ഇതിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കൂടി ഏതാണ്ട് 400 കോടി രൂപ പ്രതിവർഷം വരുമാനം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ദക്ഷിണ കർണാടകയിൽ മാത്രം നോക്കുമ്പോൾ ഏതാണ്ട് 155 കോടി രൂപയിലധികം വരുമാനം ആണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്ര വലിയ ഒരു സംഖ്യയാണ് ഇപ്പോൾ അതിൻ്റെ ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ നികുതിയാണ് ഖജനാവിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ കർണാടകയിലെ പല ഭാഗങ്ങളിലായി സി ഗ്രേഡ് ക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന നിത്യവൃത്തിക്ക് കഴിവില്ലാത്ത, വിളക്ക് കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത, അവിടുത്തെ പൂജാരിക്ക് ഒരു ദിവസം കഴിയുവാൻ വേണ്ടിയുള്ള വരുമാനം കൊടുക്കാൻ അവസരം നൽകാത്ത അല്ലെങ്കിൽ അവസരം ലഭിക്കാത്ത ക്ഷേത്രങ്ങൾ ഒട്ടനവധിയുണ്ട്. അതേപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അവരെ ഒന്നും തന്നെ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ ഇത്തരം സി ഗ്രേഡ് ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കുകയോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാരുടെ ഉദ്ധാരണമോ ഇതൊന്നും തന്നെ ചെയ്യാതെ ഈ കിട്ടുന്ന പണത്തിൻ്റെ കൃത്യമായ വിഹിതം വാങ്ങിച്ച് അത് പൊതുഖജനാവിലേക്ക് കൊണ്ടുപോകുന്ന സർക്കാർ നിലപാട്, ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ BJP രംഗത്ത് വരികയാണ്. വലിയ പ്രതിഷേധമാണ് കർണാടകത്തിൽ ഉടനീളം ഉയർത്തുന്നത്. ഇനി അത് ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് ഈ വിഷയം എടുത്തു കാട്ടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം ഒരു നീക്കം പെട്ടെന്ന് തന്നെ ഈ സഭയിലേക്ക് ഈ ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കി എടുത്തതിന് പിന്നിൽ കൃത്യമായ ദുരുദ്ദേശം സിദ്ധരാമയ്യ സർക്കാരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം അവിടെ അവരുടെ വികാരങ്ങളെ മാനിക്കാതെ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ഇത്തരം വികാരങ്ങളെ അല്ലെങ്കിൽ ഇവിടെ ഈ ABC ഇങ്ങനെയുള്ള ഗണത്തിലാണ് ഈ ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത, അവിടുത്തെ ശാന്തിക്കാർക്ക് വേതനം നൽകാൻ പോലും കഴിയാത്ത അനവധി ക്ഷേത്രങ്ങളുണ്ട്. അതേസമയം തന്നെ B ഗ്രേഡ് ക്ഷേത്രങ്ങളുണ്ട്. 1 കോടിക്ക് മുകളിലും വരുമാനമുള്ള A ഗ്രേഡ് ക്ഷേത്രങ്ങളുമുണ്ട്. ഈ A ഗ്രേഡ് ക്ഷേത്രങ്ങൾക്ക് 10%, B ഗ്രേഡ് ക്ഷേത്രങ്ങൾക്ക് 5%, അതിൽ താഴെയുള്ള ക്ഷേത്രങ്ങൾക്ക് പോലും നികുതി നൽകാൻ ബാധ്യസ്ഥമാണ്. ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളെ പോലും ഇല്ലാതാക്കാനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അല്ലേ? കാരണം ഇത്തരത്തിലുള്ള ഈ ക്ഷേത്ര വരുമാനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം അത് ഖജനാവിലേക്ക് എടുക്കുന്നു, മറ്റ് പൊതുവിഭാഗത്തിന് കൂടി ഉൾപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കൂടി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിൽ ഈ പണം ഉപയോഗപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഈ സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സുരേഷ്, BJP ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് പൊതു ഖജനാവിലേക്ക് ഈ പണം വരുന്നതോ അല്ലെങ്കിൽ അത് മറ്റ് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൂടി ചെലവഴിക്കുന്നതോ അല്ല BJPയെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഇത് ക്ഷേത്ര വരുമാനമാണ്. നേരത്തെ ശശികല ടീച്ചർ സൂചിപ്പിച്ച പോലെ ഇത് ഭഗവാന് നൽകുന്ന കാണിക്കയാണ്, അത് ഭഗവാന്റെ ധനമാണ്. ആ ധനം അവിടുത്തെ പ്രവർത്തികൾക്കും അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തികൾക്കും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണത്തിനും അതേപോലെ തന്നെ ഹൈന്ദവ സംസ്കാരം
ഭാവി തലമുറയിലേക്ക് വളരുവാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കേണ്ട ധനമാണ് ഇങ്ങനെ പൊതുഖജനാവിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ പോകുന്ന ധനത്തിൻ്റെ ഒരംശം നേരത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ 100 കോടി രൂപ, വഖഫ് ബോർഡിന് 100 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ സിദ്ധരാമയ്യ സർക്കാർ ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ ഈ 100 കോടി രൂപ നൽകുവാനും ഹജ്ജ് ഭവന് പണിയുവാൻ വേണ്ടി 10 കോടി രൂപ നൽകാനും ഒക്കെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം BJP ഉയർത്തുന്നത്. ഏകപക്ഷീയമായ നിലപാടാണ് കോൺഗ്രസ് സർക്കാരിൻ്റെത്. അത് BJP ഉയർത്തുന്നത് ഹൈന്ദവ വിരുദ്ധ നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു വികാരം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും. പ്രകടമായ പ്രത്യക്ഷമായ സമരമുഖത്തേക്ക് നീങ്ങാനാണ് BJP ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ആദ്യമായല്ല സിദ്ധരാമയ്യ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആൻറ്റി ഹിന്ദു നിലപാട് സ്വീകരിക്കുന്നത്. മറ്റ് പല വിഷയങ്ങളിലും, അതായത് ഇതിനോടകം തന്നെ കൊലപാതക പരമ്പരകൾ തന്നെ ഈ കർണാടക ഭാഗങ്ങൾ അരങ്ങേറുന്നു. പ്രത്യേകിച്ച് BJP RSS നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഏതാണ്ട് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 30ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇവരെല്ലാം തന്നെ RSSുമായും അതേപോലെ തന്നെ BJPയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ ഒരു തരത്തിൽ എങ്ങും എത്താത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രീണന രാഷ്ട്രീയം, ഒരു വിഭാഗത്തിൽ തലോടലും മറുവിഭാഗത്തിന് തല്ലുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രേഡുകൾ തിരിച്ചുകൊണ്ടുള്ള ക്ഷേത്രം, അത് ഈ വലിയ ക്ഷേത്രങ്ങൾക്ക്, വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ ആ വരുമാനം കൂടി താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ സി ഗ്രേഡ് ക്ഷേത്രങ്ങൾക്ക് കൂടി നൽകി അതിനെ പുനരുദ്ധരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം, അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഗ്രേഡ് തിരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതിനും. ഇത്തരത്തിൽ BJP സർക്കാർ കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളുമുണ്ട്. ഇതൊക്കെയും എടുത്തു കളയുക. നേരത്തെ ഉണ്ടായിരുന്ന നികുതി, നേരത്തെയും ഈ 25 ലക്ഷം വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് ഉൾപ്പെടെ നികുതി ഏർപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് സർക്കാർ, അന്നത്തെ അധികാരത്തിരുന്ന കോൺഗ്രസ് സർക്കാർക്ക്. ഇതൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയ സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ വീണ്ടും ഈ കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നന്ദൻ പറഞ്ഞത് പോലെ തന്നെ പൊതുഖജനാവിലേക്ക് പോകുന്നു എന്നതിൽ ആരും തെറ്റു കാണുന്നില്ല. പക്ഷേ മറ്റ് ഇതര മതരുടെ, മറ്റ് ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങളുടെ വരുമാനം അങ്ങനെ പോകുന്നില്ല. അവർ അവരുടേതായ വരുമാന സ്രോതസ്സുകൾ ഉപയോഗിച്ച് അവരുടെ ആരാധനാലയങ്ങൾ മൂടി പിടിപ്പിക്കുകയും അവരുടേതായ രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും മാത്രം ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നു. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിയമസഭയ്ക്കുള്ളിലും അതേപോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്തും ഒരേപോലെ തന്നെ പ്രതിഷേധിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ തേജസ്വി യാദവിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള BJP നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതികരണം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഏകപക്ഷീയമായ നിലപാട്, തീർത്തും ഹൈന്ദവ വിരുദ്ധ നിലപാട്, അതാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് BJP രംഗത്തെത്തുമെന്നുള്ള കാര്യവും അവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രേഡ് തിരിച്ചത് അല്ലെങ്കിൽ തരം തിരിച്ചത് അവിടുത്തെ വരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഈ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളെ C ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്ക് സ്വാഭാവികമായും 10 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും വരുമാനമുള്ളത്. അങ്ങനെ 10 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് നികുതി നൽകേണ്ട സാഹചര്യമില്ല. പക്ഷേ എപ്പോഴെങ്കിലും അത് 10 ലക്ഷത്തിന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ 5% നികുതി കൊടുക്കുവാൻ ആ ക്ഷേത്രം ബാധ്യസ്ഥമാണ്. മാത്രമല്ല, അത് 1 കോടി രൂപയിൽ കൂടുതൽ വരുമാനമായാൽ അവിടെ 10% നികുതിയിലേക്ക് സ്ലാബ് മാറുകയാണ്. ഇങ്ങനെ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തി അല്ലെങ്കിൽ അത് വീണ്ടും കൊണ്ടുവന്ന് ഹൈന്ദവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ആ സ്രോതസ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ വരുമാനം കൊണ്ട് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ആ ജനതയ്ക്ക്, ആ വിഭാഗത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യവും ഈ കോൺഗ്രസ് സർക്കാരിനുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് BJP ഉയർത്തുന്നത്. സമസ്ത മേഖലകളിൽ നിന്നും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതേസമയം തന്നെ സിദ്ധരാമയ്യ സർക്കാർ അവകാശപ്പെടുന്നത് അവർ കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു, ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ രാമക്ഷേത്രങ്ങൾ പണിയുന്നു എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ ഈ പ്രതിഷേധങ്ങളെ തടയിടുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത്. സുരേഷ്, കർണാടകയിൽ ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി കോൺഗ്രസ് സർക്കാർ. 1 കോടി രൂപ വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 10% നികുതിയാണ് ഏർപ്പെടുത്തിയത്. അതിൽ താഴെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 5% നികുതിയും ഏർപ്പെടുത്തി. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ
ഹൈന്ദവ വിരുദ്ധ നിലപാടിനെതിരെ BJP പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.